ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോയാണ്. പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുഞ്ചക്കരി പാടമാണ് സുഹൃത്തുക്കളെ. പുഞ്ചക്കരി പാടത്തിലെ കള്ള് ഷാപ്പാണ് കേട്ടോ. ഷാപ്പിലെ കറിയും നാവിലെ രുചിയും ഒന്ന് അനുഭവിക്കണമെന്ന് തോന്നി ഞങ്ങൾ വന്നതാണ് കേട്ടോ. ഞാനും രമേശ് ചേട്ടനുമാണ് കേട്ടോ. അങ്ങനെ ജംഗ്ഷൻ വന്ന സമയത്ത് ഒരു 3 കള്ള് ഷാപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടോ. ആദ്യത്തെ ഇടതുവശത്ത് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് എൻ്റെ മക്കളുമാർ അവരാണെങ്കിൽ ഇതിന് മുന്നേ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അവിടെ എല്ലാം അമ്മ കുറച്ച് അപ്പുറമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൺഫ്യൂഷനെ പിന്നെ വണ്ടി അവിടെ തിരിക്കാൻ തന്നെ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. എന്തായാലും പാടുപെട്ട് വണ്ടിയൊക്കെ തിരിച്ചു വന്ന സമയത്ത് ഇത് അപ്പുറ സൈഡ് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, റൈറ്റ് സൈഡിനകത്ത് ഒരു ചുവന്ന ബോർഡ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടതുവശത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു കപ്പിൾസ് വന്നായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞു ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഷാപ്പ് എന്ന് പറഞ്ഞത് തൊട്ടപ്പുറമാണ്, നിങ്ങൾ അവിടെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നു. നല്ല തിരക്കായിരുന്നു ഈ സമയം. എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി ആകാറായി കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്തും നല്ല തിരക്കായിരുന്നു. എന്താ കാണുന്നുണ്ടോ, പുഞ്ചക്കരി ടോഡി ഷോപ്പ് കള്ള് ഷാപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ഫാമിലിക്കുള്ള റൂമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പുറമാണ് പോയത് കേട്ടോ. രമേശ് ചേട്ടൻ പറഞ്ഞു നമുക്ക് തിരക്കൊന്നും വേണ്ട, തിരക്കില്ലാത്ത സ്ഥലം നോക്കി ഞങ്ങൾ മുകളിൽ കയറി പോയ സമയത്ത് കണ്ട കാഴ്ച എൻ്റെ പൊന്നു, താഴെ ഒരു ജലാശയം, ചെറിയ കുടിലുകൾ പോലെയാണ് കേട്ടോ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് വേറൊരു വൈബാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ടതും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പുഞ്ചക്കരിപ്പാടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു വൈബായിരിക്കും കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടെ ഇരുന്ന് ഓർഡറൊക്കെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു വീഡിയോ എടുക്കാൻ നോക്കിയ സമയത്ത് ആമക്കുട്ടന്മാരിങ്ങനെ എന്താ പറയണ്ട വാനക്കോണിയിൽ എന്ന പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സമയത്ത് ഞാൻ രമേശനും കൂടി ഒരു ഒരു വീഡിയോ ഒക്കെ എടുക്കണം തോന്നി. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇല്ല. ചില സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോരായ്മകളൊക്കെ പറ്റും കേട്ടോ. എന്തായാലും എനിക്കിനി വോയിസ് ഓവർ മാറ്റി കൊടുക്കാൻ വയ്യ. എന്തായാലും ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളവിടെ പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള മീനുകൾ ഫ്രൈ ചെയ്ത് തരും കേട്ടോ. ഞങ്ങൾ കരിമീനാണ് ഓർഡർ കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്ഥലം വീണ്ടും ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇത് 3ാമത്തെ സ്ഥലമാണ്. ആദ്യം ഫാമിലി പോയി, പിന്നെ മുകളിൽ പോയി, അവിടെ ഒന്നും നമുക്ക് പിടിച്ചില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും താഴെ തന്നെ വന്നു. ഞാൻ പറഞ്ഞു എന്തോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്തോ പോലെ, അപ്പോൾ നമുക്ക് താഴെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴെ വന്നായിരുന്നു. ഈ സമയം ഞങ്ങൾ ഒരു മുന്തിരിക്കള്ളും ഒരു മധുരക്കള്ളും കേട്ടോ. ഇത് വലിയ ലഹരി എന്നുള്ളതല്ല, അപ്പോഴപ്പോഴും എടുക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള കള്ളാണ് കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ പറഞ്ഞു ചേട്ടാ ഈ കുപ്പിയിൽ വെച്ച ഒരു രസമല്ല ചേട്ടാ, കുടമില്ലേന്ന് ചോദിച്ചു. പിന്നെന്താ കുടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കുടത്തിൽ കൊണ്ടുവന്നു. ആ കുടത്തിൽ കള്ള് കുടിക്കും. ഞങ്ങൾ കോട്ടയത്ത് കരിമ്പിൻകാല എന്ന് പറയുന്ന ഒരു കള്ള് ഷാപ്പുണ്ട്. അവിടെ പോയ സമയത്ത് ഇങ്ങനെ കുടത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൽ ഞാൻ പറഞ്ഞു കുടത്തിൽ വേണം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ 2 ഗ്ലാസ്സൊക്കെ ചിയേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുടിക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ കള്ള് കുടിയന്മാരെന്ന് തോന്നുന്നത്. രമേശിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ കൂട്ടുകാരെ? കാരണം എപ്പോഴും കുടിക്കുന്ന ഒരാളല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ എക്സ്പ്രഷനൊക്കെ എടുക്കുന്നത് കേട്ടോ. എന്തായാലും കള്ള് എന്താ പറയേണ്ടത്, ഫ്രഷ് കള്ളാണ്, തെങ്ങുന്ന് എടുക്കുന്ന കള്ളാണല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഞങ്ങളുടെ താറാവ് റോസ്റ്റും അതുപോലെ കരിമീൻ ഫ്രൈയും വന്നു, അപ്പം വന്നു, കപ്പ നല്ല അടിപൊളി കപ്പയും അപ്പവുമായിരുന്നു. പിന്നെ താറാവ് റോസ്റ്റ് പറയേ വേണ്ട. ഞങ്ങൾ മൂന്നാർ താമസിച്ചപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്, അമൃതയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് താറാവ് റോസ്റ്റ് കഴിച്ചത്. രണ്ടാമത് പുഞ്ചക്കരി പാടത്തിലെ താറാവ് റോസ്റ്റാണ്. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരു പ്രത്യേക മസാലയും ഒന്നും അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മസാലയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. രമേശേട്ടൻ ചോദിച്ചു എങ്ങനെ, രമേശേട്ടൻ പറഞ്ഞാൽ അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെന്താ രമേശേട്ടനെ ഞാൻ ഒരു ഗ്ലാസ് കള്ളേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. രമേശേട്ടന് പിന്നെ ബാക്കി തീർക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. ഫുള്ളാണ് കേട്ടോ മുന്തിരി കള്ള്. നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ 2 പേരൊക്കെ പോവുകയാണെങ്കിൽ ഹാഫ് മതിയാകും കേട്ടോ. ഇതിപ്പോൾ ഒരു ഫുള്ളാണ് 230 രൂപയായിരുന്നു കേട്ടോ. മുന്തിരിക്കള്ള്, മധുരക്കള്ളിനാണെങ്കിൽ 130 രൂപയുള്ളൂ കേട്ടോ. എന്തായാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു. നമ്മളെല്ലാം നല്ല ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയണ്ടേ, ഈ സമയം റിനുവിനോടാണെന്ന് തോന്നുന്നു, നമ്മൾ അഭിനന്ദ് വ്ളോഗിലെ പ്രശസ്ത യൂട്യൂബർ റിനുവിനോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. റിനു നീ നോക്ക്, ഞങ്ങളിതാ കള്ള് കുടിച്ചിട്ടുണ്ട്, അപ്പോൾ എല്ലാം കഴിച്ച് ഫ്ലാറ്റായിട്ടിരിക്കുകയാണ്, ഇവിടെ നിന്ന് എണീക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഞാൻ ബ്ലാബ്ല അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സുഹൃത്തുക്കളെ എന്തായാലും ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് വരാം കേട്ടോ. ഒത്തിരി പേര് ഫാമിലിയായിട്ട് വരുന്നുണ്ട്. ഞങ്ങളെങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബാലൻസ് മധുരക്കള്ളുണ്ടല്ലോ അത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഒരു റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞങ്ങൾ വരുന്ന സമയത്തും അവിടെ ആൾക്കാർ തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾക്കിനി വെള്ളയാണി കായൽ കാണാൻ പോകണം. ഈ ഭൂമിയിൽ സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ തന്നെയാണല്ലേ സ്വർഗം മാമാ സ്വർഗം. നമുക്ക് നല്ല സന്തോഷം, ജീവിക്കുന്ന കാലം അത്രയും ആർക്കും ഒരു ഉപദ്രവമില്ലാണ്ട് നല്ല പ്രവർത്തികളും നന്മകളും ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലുത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ പോയിരിക്കണം കേട്ടോ. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.